ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി പായസമാണ്. നമ്മൾ സാധാരണ ഗോതമ്പിൻ്റെ പായസം തയ്യാറാക്കാറുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കാറുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇത് നമുക്ക് ചൂടോടുകൂടി കുടിക്കാനും തണുപ്പോടുകൂടി കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇത് ചൂടിൽ വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ല തണുപ്പിൽ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് കുത്തിയ ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് സോക്ക് ചെയ്യാതെയും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് നമുക്ക് പായസം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിനുശേഷം നമുക്കിത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടൂല, അതുകൊണ്ടാണ് സോക്ക് ചെയ്യണമെന്ന് പറയുന്നത്. സോക്ക് ചെയ്യാണ്ടും നമുക്ക് ചെയ്തെടുക്കാം, പക്ഷേ വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനൊരു കണക്കൊന്നുമില്ല. നമ്മളിത് ഗോതമ്പ് വെന്ത് കിട്ടുമ്പോഴത്തേക്കും ഒരു 1/4 ഭാഗം വെള്ളം ഗോതമ്പിൽ ബാക്കി ഉണ്ടാവണം, പക്ഷേ ഗോതമ്പ് വെന്തും കിട്ടിയിരിക്കണം. ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 5 കപ്പോളം വെള്ളമൊക്കെ വേണ്ടി വരും ഗോതമ്പ് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇത് ഞാനൊരു 20 മിനിറ്റ് ഇവിടെ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ ഈ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 1/4 വെള്ളവും വെറ്റിയിട്ട് ഇപ്പം ഗോതമ്പ് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഗോതമ്പ് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ആഡ് ചെയ്യുന്നത് 1.5 ഗ്ലാസ് തേങ്ങയുടെ 2ാം പാലാണ്. 1.5 ഗ്ലാസ് തേങ്ങയുടെ 2ാം പാല് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1ാം പാല് 1 കപ്പോളം നമ്മൾ ആദ്യം മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതിലുള്ള ഗോതമ്പ് മെല്ലെ ഒന്ന് അടിച്ചെടുക്കണം. ഗോതമ്പ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തവി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഗോതമ്പ് അതിലേക്ക് അടിഞ്ഞ് കിട്ടും. ഇനി നിങ്ങൾക്ക് അങ്ങനെ അടിഞ്ഞ് കിട്ടണം എന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. കുറച്ചൊന്ന് അടിഞ്ഞ് കിട്ടിയിട്ട് കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തണുപ്പിച്ച് കുടിക്കാനും ചൂടോട് കുടിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. 2ാം പാൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. ഞാൻ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ കടയിൽ നിന്ന് വാങ്ങിയ മിൽക്ക് മെയ്ഡ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെർഫെക്റ്റ് ടേസ്റ്റിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കാണാത്തവർ കാണുക, എന്നിട്ട് നിങ്ങളടുത്ത് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പോളം മിൽക്ക് മെയ്ഡ് ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് 1.5 കപ്പോളം മിൽക്ക് മെയ്ഡും പിന്നെ 1.5 കപ്പോളം തേങ്ങാപ്പാലിൻ്റെ 2ാം പാല്, തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നല്ലോണം തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് മധുരം നോക്കുക. നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിൻ്റെ മധുരം നമുക്ക് അത്ര ആണെങ്കിൽ പിന്നെ എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം തിളക്കണം. തിളക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് കുറുകി വരും. ആ ഒരു പരുവാകുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. പായസം നല്ലോണം തിളച്ചും വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് ഏലക്കായും ചെറിയ ജീരകം പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ഏലക്കായോളം കുത്തിച്ചതച്ച് ഇട്ട് കൊടുക്കുകയാണ്. പൊടിയല്ല, കുത്തിച്ചതച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇതിന് നല്ല മണവും കിട്ടും, അതേ സ്ഥാനത്ത് നല്ല ടേസ്റ്റും ആയിരിക്കും. ജീരകത്തിൻ്റെയും നമ്മുടെ ആ ഒരു ഏലക്കായുടെയും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും വരിക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണേൽ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മധുരത്തിൻ്റെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഇനി ഇത് അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് 1ാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1ാം പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഇത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ 1ാം പാല് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഈ 1ാം പാലും കൂടി ജസ്റ്റ് ചൂടായാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം.
അപ്പം ഞാൻ പായസം അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്തിന് നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് കിസ്മിസും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വറുത്തെടുക്കണം. പിന്നെ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് കൂടി ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് തേങ്ങാക്കൊത്ത് ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുക്കാത്തത്. തേങ്ങാക്കൊത്ത് കൂടി ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ മിൽക്ക് മെയ്ഡിൽ ഒഴിച്ച ഈ ഒരു പായസം നിങ്ങൾ തയ്യാറാക്കി കുടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. ഇതാ ഇപ്പം നമ്മുടെ കാഷ്യൂവും കിസ്മിസൊക്കെ നല്ല രീതിയിൽ വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഗീയോട് കൂടി തന്നെ നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം. മിൽക്ക് മെയ്ഡ് വീട്ടിലില്ലാന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാണ്ട് നിൽക്കണ്ട. മിൽക്ക് മെയ്ഡ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന രീതി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. പറ്റുമെങ്കിൽ അത് വീട്ടിൽ മിൽക്ക് മെയ്ഡ് അതേപോലെ വീട്ടിൽ തയ്യാറാക്കിയതിന് ശേഷം ഇതുപോലെ പായസം ഉണ്ടാക്കുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ഗോതമ്പും പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലല്ല നിങ്ങൾ ഗോതമ്പും പായസം ഉണ്ടാക്കലെങ്കിൽ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഉറപ്പാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത്. ഇത് നമുക്ക് ചൂടോട് കൂടിയും കഴിക്കാം, തണുപ്പിലും കഴിക്കാം. എനിക്ക് ഇത് തണുപ്പിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലേ അതിനുള്ളൂ. അപ്പം ഗസ്റ്റൊക്കെ വരുന്നേരം എന്തെങ്കിലും പാർട്ടികളിലെല്ലാം നിങ്ങൾക്ക് ചൂടായിട്ടും തണുപ്പായിട്ടും ഒക്കെ ഈ ഒരു പായസം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടൂ. അപ്പം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.